ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ നാരായണീ നമഃ. നമ്മൾ ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ ദശമസ്കന്ധത്തിലെ കഥകളെ കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 70ാമത്തെ അധ്യായത്തിലെ ഭാഗങ്ങൾ ഏറെക്കുറെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി 70ാമത്തെ അധ്യായത്തിൽ നിന്നുകൊണ്ട് തന്നെ 71, 72, 73, 74 അധ്യായങ്ങൾ കൂടിയുള്ള ഭാഗങ്ങളിലൂടെ രാജസൂയം എന്ന് പറയുന്ന ഏറ്റവും വലിയ യാഗത്തെക്കുറിച്ചിട്ടുള്ള ആശയത്തിന്റെ കഥയുടെ വിശദീകരണമാണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിനചര്യയുടെ ഭാഗമായിരുന്നു നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടിപ്പോ ഭഗവാൻ സ്വധർമ്മ എന്ന് പറയുന്ന തന്റെ രാജസഭയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ രാജസഭയിൽ അദ്ദേഹം ഈ സങ്കടക്കാരുടെ പരാതി കേൾക്കുന്നതിൽ ഏറ്റവും പ്രഥമമായ സ്ഥാനം കൊടുത്തിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഹാജരായ ഒരു ദൂതന്റെ സങ്കടം കേൾക്കുവാനായിട്ട് ആ സുധർമ്മ സഭയിലുള്ള ഭഗവാനും കൂട്ടരും തയ്യാറായിരിക്കുകയാണ്. അപ്പോ വന്ന ദൂതൻ വിവരം പറയുകയാണ്. മഗധ രാജാവായ ജരാസന്ധൻ 20,800 നാട്ടുരാജാക്കന്മാരെ ജയിലിൽ ബന്ധിച്ചിട്ടുണ്ട്. അവരെല്ലാം നിന്തിരുവടിയുടെ ആശ്രിതന്മാരാണ്. അങ്ങയെ സർവാത്മനെ ആശ്രയിച്ചു കഴിയുന്ന അവരെയെല്ലാം ഭൈരവന് ബലി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ജരാസന്ധൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആശ്രിത വത്സലനായ ഭഗവാന് ഭക്തവത്സല, അവിടുന്നതല്ലാതെ അവർക്ക് ഈ സന്ദർഭത്തിൽ ആശ്രയിക്കുവാനോ രക്ഷയ്ക്കോ വേറെ ആരുമില്ല. ആയതുകൊണ്ട് അവിടുന്ന് അവരുടെ ജീവരക്ഷ ചെയ്ത് അവരെ അനുഗ്രഹിക്കണം. അവര് വാസ്തവത്തില് ജരാസന്ധൻ അങ്ങയോട് 18 പ്രാവശ്യം യുദ്ധം ചെയ്തപ്പോ ആ രാജാക്കന്മാരെല്ലാം അവിടത്തോടുള്ള ഭക്തി കാരണം ജരാസന്ധനെ സഹായിച്ചില്ല എന്നതാണ് അവരുടെ പേരിൽ ജരാസന്ധൻ ചുമത്തിയിരിക്കുന്ന കുറ്റം. നിന്തിരുവടിയോട് ബഹുമാനം കാണിച്ച കാരണമാണ് അവർ ഇന്ന് ഈ ബന്ധന ദുഃഖവും പിന്നെ ഭൈരവനെ ബലിയാകുവാൻ പോകുന്ന വിഷയവുമെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഇതിന് കാരണം അവരുടെ പൂർവ പ്രാരാബ്ധമായിരിക്കാം. എങ്കിലും കരുണാർണവനായ ഭഗവാനെ അവിടുന്ന് സർവാത്മന അവിടുത്തെ ആശ്രയിച്ചവർക്ക് പ്രാരബ്ധത്തെ വലിയ ദുഃഖം അനുഭവിക്കുവാൻ അനുവദിക്കാറില്ലല്ലോ ഭഗവാനെ. അവിടുന്ന് സജ്ജനങ്ങളെ പാലിക്കുന്നവനും ദുർജനങ്ങളെ നശിപ്പിക്കുന്നവനുമാണ്. അവിടുന്ന് കനിഞ്ഞ് ജരാസന്ധന്റെ തടവറയിൽ കഴിയുന്ന ആ രാജാക്കന്മാരെയെല്ലാം മോചിപ്പിക്കണം. ഇപ്രകാരമുള്ള രാജദൂതന്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ എന്തു ചെയ്യണം, എന്താണ് മറുപടി പറയേണ്ടതെന്ന് സുധർമ്മസഭയിലുള്ള ഭഗവാനും ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടേക്ക് ഒരാൾ എത്തിച്ചേർന്നു. ആരാണെന്ന് പറയാമോ? നാരായണ നാരായണ. സാക്ഷാൽ നാരദ മഹർഷിയാണ് അവിടെ വന്നത്. അവിടെ
പ്രത്യക്ഷമായ നാരദ മഹർഷി ഭഗവാൻ കേൾക്കെ അറിയിപ്പിച്ചു. ഭഗവാൻ ധർമ്മപുത്ര മഹാരാജാവ് രാജസൂയ യജ്ഞം നടത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് അവിടുന്ന് കുടുംബസമേതം അവിടെ ചെന്ന് അത് വേണ്ടതുപോലെ നടത്തി കൊടുക്കണം. യജ്ഞത്തിനായിട്ട് വരുന്നവർക്കെല്ലാം നിന്തിരുവടിയോടുകൂടിയുള്ള ദർശന സ്പർശന സംഭാഷണങ്ങളെ കൊണ്ട് ബ്രഹ്മാനന്ദം അനുഭവിക്കുവാനുള്ള അനുഗ്രഹവും അവിടുന്ന് കൊടുക്കണം. ഈ രാജസൂയം വഴി അവിടുന്ന് ലോകത്തെ പരിപൂർണമായിട്ടും അനുഗ്രഹിക്കുവാൻ ഇടയാകണം. ഇങ്ങനെയെല്ലാം ശ്രീ നാരദ മഹർഷിയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ സർവജ്ഞനായ ഭഗവാനെ സംശയം. കാരണം ജരാസന്ധനെ നിഗ്രഹിച്ച് രാജാക്കന്മാരെ മോചിപ്പിക്കുകയാണോ ആദ്യം ചെയ്യേണ്ടത്, അതോ യാഗത്തിന് പുറപ്പെടുകയാണോ ആദ്യം ചെയ്യേണ്ടത്? യാഗരക്ഷയാണോ ജീവരക്ഷയാണോ താൻ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ആശങ്ക, ഒരാശയക്കുഴപ്പം ഭഗവാൻ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഭഗവാൻ അങ്ങനെ ഒരു ആശങ്ക സംശയം ഉണ്ടായപ്പോഴോ സുധർമ്മസഭയിലുള്ള ആളുകളും വാസ്തവത്തിലെ രണ്ട് പക്ഷക്കാരായിട്ട് തിരിഞ്ഞു. ആദ്യം ജരാസന്ധന്റെ അടുക്കിലേക്ക് പോകണം, അല്ല ആദ്യം യാഗത്തിന്റെ അടുക്കിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് രണ്ട് അഭിപ്രായമായി. ഇങ്ങനെ രണ്ട് അഭിപ്രായം വന്നപ്പോൾ ഭഗവാൻ പ്രധാനമന്ത്രിയായ ഉദ്ധവനെ വിളിച്ച് ചോദിക്കുകയാണ്, ഹേ ഉദ്ധവ, പ്രാധാന്യമർഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഉടനടി ചെയ്തു തീർക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ജീവരക്ഷയാണ്, മറ്റൊന്ന് ഉത്തമമായ യജ്ഞം യാഗവുമാണ്. ഇതിൽ നാം ഏതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്? ഇത് കേട്ടപ്പോ സഭാവാസികളുടെയും ഭഗവാന്റെയും അഭിപ്രായം മനസ്സിലാക്കി ബുദ്ധിമാനായ ഉദ്ധവരെ പറയുവാൻ ആരംഭിച്ചു. ഇനി 71-ാമത്തെ അധ്യായത്തിലൂടെ എന്താണ് ഉദ്ധവര് പറയുന്നതെന്ന് നമുക്കും കേട്ടു നോക്കാം. ഭക്തവാത്സല്യവും ആശ്രിത രക്ഷയും നെന്തിരുവടിയിൽ ഒരുപോലെ ശോഭിച്ചിരുന്നുകൊണ്ട് ആശ്രിതന്മാരായ രാജാക്കന്മാരുടെ രക്ഷയും ഭക്തോത്തമനായ ധർമ്മപുത്രരുടെ യാഗവും രണ്ടും അവിടുന്ന് ഒരുമിച്ച് തന്നെ ചെയ്തു തീർക്കേണ്ടതാണ്. ഒന്നാമതായി അവിടുന്ന് വേണ്ടത് യാഗത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുക. കാരണം യാഗത്തിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ദിഗ്വിജയമാണ്. എന്നാൽ ദിഗ്വിജയത്തിന് ജരാസന്ധൻ എതിര് നിൽക്കും. എതിര് നിൽക്കുന്ന ജരാസന്ധന് എന്താണ് അങ്ങേക്ക് നിഷ്പ്രയാസം വധിക്കുവാൻ സാധിക്കും. അതായത് അവിടുന്ന് ധർമ്മപുത്രന്മാരെ അനുഗ്രഹിക്കുന്ന പക്ഷം യുദ്ധത്തില് ഭീമസേനൻ ജരാസന്ധനെ വധിക്കുവാൻ ഇടയായിട്ട് തീരും. അങ്ങനെ പാണ്ഡവധർമ്മത്തെ മുൻനിർത്തി നമ്മുടെ കാര്യവും സാധിക്കാം. ഇതാണ് അടിയന്റെ ബുദ്ധിയിലുണർന്ന എളിയ അഭിപ്രായം. ഉദ്ധവരുടെ പ്രകാരമുള്ള അഭിപ്രായത്തെ സഭാവാസികളെല്ലാം മുക്തകണ്ഠം പ്രശംസിക്കുക തന്നെ ചെയ്യും. ഭഗവാനും ഉദ്ധവരെ അനുമോദിച്ചു. രാജദൂതനെ സമാധാനിപ്പിച്ച് ഭഗവാൻ പറഞ്ഞയച്ചു.
ശ്രീനാരദയെയും ഭഗവാൻ യാത്രയാക്കി. പിന്നീട് ഭഗവാൻ ബലരാമസ്വാമികളുമായിട്ട് കാര്യാലോചന നടത്തി. ദ്വാരകയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ ബലരാമസ്വാമികൾ സൈന്യസമേതം ദ്വാരകയിൽ തന്നെ തുടരുക, അങ്ങനെ അവർ തീരുമാനിച്ചു. ശേഷം ഭഗവാൻ രുക്മിണ്യാദി പത്നിമാരോടെല്ലാം കൂടി യാഗത്തിന് പുറപ്പെടുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. യാഗത്തിന് എങ്ങനെ പോകുന്നത്? 16,208 പത്നിമാര് ഭഗവാന്റെ. ആ 16,108 പത്നിമാരിലും എങ്ങനെ 10 പുത്രന്മാരും ഓരോ പുത്രിമാരും വീതം ഭഗവാന് ഉണ്ടായിട്ടുണ്ട്. ആ പുത്രന്മാരും അതുപോലെ പുത്രിമാരും അവരുടെ കുട്ടികളും അതുപോലെ തന്നെ ഓരോരുത്തർക്കുമുള്ള 100 വീതം ദാസി ദാസന്മാരും വെപ്പുകാരും മാത്രമാണോ? അല്ല, പിന്നെയോ യാഗം കഴിയും വരെ അവർക്കെല്ലാം ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ എല്ലാ ഒരുക്കങ്ങളോടും കൂടിയുള്ള പുറപ്പാട് അത് അവർണ്ണീയം തന്നെയാണ്. ആ യാത്ര കാണുമ്പോൾ സമുദ്രം ക്ഷോഭിച്ച് കരകവിഞ്ഞ് ഒഴുകി വരികയാണോ എന്ന് തോന്നിപ്പോകും. നമ്മുടെ ഭഗവാൻ പത്നിമാരുടെ എല്ലാം മധ്യത്തില് നക്ഷത്രങ്ങളോടുകൂടിയ ചന്ദ്രൻ എന്നതുപോലെ ശോഭിക്കുകയും ചെയ്തു. അങ്ങനെ അവര് ആനർത്ഥം, സ്വവീരം തുടങ്ങിയ പ്രദേശങ്ങളിൽ കൂടി അവിടെയുള്ള ഭക്തന്മാരെയെല്ലാം മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ക്രമേണ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലും എത്തിച്ചേർന്നു. അപ്പോഴോ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ എഴുന്നള്ളത്ത് മുൻകൂട്ടി അറിഞ്ഞ യുധിഷ്ഠിര മഹാരാജാവ് അനുചരന്മാരോടും ആചാര്യന്മാരോടും പൗരമുഖ്യന്മാരോടും കൂടിച്ചെന്ന് ഭഗവാനെ എതിരേറ്റു, സ്വീകരിച്ചു. പൗരന്മാര് സർവേശ്വരനായ ഭഗവാനെ കണ്ട് അത്യാനന്ദം അനുഭവിച്ചു. കൗരവ സ്ത്രീകള് ഭഗവത് പത്നിമാരുടെ ഭാഗ്യത്തെ പുകഴ്ത്തുകയും ചെയ്തു. സർവേശ്വരനും അമ്മാവന്റെ മകനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ധർമ്മപുത്രൻ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. പരിവാരങ്ങളോടുകൂടിയ ഭഗവാനെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിച്ച് സൽക്കരിക്കുകയുണ്ടായി. കുന്തിദേവി സമർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ സ്വീകരിച്ച് ഭഗവാൻ ഏറ്റവും അധികം സന്തോഷിച്ചു. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സസുഖം ഇന്ദ്രപ്രസ്ഥത്തിലെ താമസം തുടരുകയും ചെയ്തു. ഇനി 72-ാമത്തെ അധ്യായത്തെക്കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ സ്വർഗതുല്യവും മയം നിർമ്മിച്ചതുമായ സഭയില് രാജാക്കന്മാരും ബ്രാഹ്മണരുമൊക്കെ ഇപ്പോ നിറഞ്ഞിരിക്കുകയാണ്. ആ സഭയുടെ മധ്യത്തിൽ അനുജന്മാരോടും കൂടി ധർമ്മപുത്രൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരാജാവായ ധർമ്മപുത്രൻ ആ സന്ദർഭത്തിൽ ഭഗവാനെ വന്ദിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു, ഹേ ഗോവിന്ദ, രാജസൂയ യജ്ഞത്താൽ നിന്തിരുവടിയുടെ വിഭൂതികളെയെല്ലാം യജിച്ച പുണ്യം നേടുവാൻ അടിയൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ തൃപാദത്തെ ആശ്രയിച്ചവനും അല്പനുമായ അടിയൻ മഹായജ്ഞം നിർവഹിച്ചാൽ നിന്തിരുവടിയുടെ സേവാ മഹാത്മ്യമാണ് എന്റെ യജ്ഞത്തിൽ നിന്നും ലോകർ അറിയുക.
അവിടത്തെ സേവിക്കുന്നവർക്കുള്ള ഉത്കർഷവും സേവിക്കാത്തവർക്കുള്ള അപകർഷവും ലോകജനതകൾ ഈ യാഗത്തിലൂടെ അറിയണം. അപ്പോൾ എല്ലാവരും നിന്തിരുവടിയെ സേവിച്ച് യഥാർത്ഥ ഈശ്വരീയമായ ശക്തിയുടെ ഭക്തന്മാരായിട്ട് തീരുകയും ചെയ്തു. അതിനുവേണ്ടി അവിടുന്ന് അനുഗ്രഹിക്കണമേ ഭഗവാനെ. ധർമ്മപുത്രന്റെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ മന്ദഹാസപൂർവം ഭഗവാൻ അരുളി ചെയ്തു, മഹാരാജാവേ, അങ്ങയുടെ ആഗ്രഹം നല്ലതു തന്നെ. അതിനെ പ്രയാസവുമില്ലല്ലോ. നമുക്കതിനാദ്യമായിട്ട് വേണ്ടത് ദിഗ്വിജയം ചെയ്ത് രാജാക്കന്മാരിൽ നിന്നുമെല്ലാം കപ്പം മേടിക്കുകയാണ്. കപ്പം മേടിക്കുവാൻ ലോകപാലന്മാരുടെ അംശമായ അങ്ങയുടെ അനുജന്മാർക്ക് നിഷ്പ്രയാസം സാധിക്കുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് അങ്ങയുടെ അനുജന്മാരെ ദിഗ്വിജയത്തിനു വേണ്ടി സൈന്യസമേതം പറഞ്ഞയക്കണം. നോക്കൂ, അങ്ങയുടെ ഭക്തി കൊണ്ട് അങ്ങ് എന്നെ ജയിക്കുക കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ദ്വാരയിൽ നിന്നുമുള്ള കപ്പം കൊണ്ടുവന്നിട്ടുമുണ്ട്. രാജസൂയ യാഗത്തിനു വേണ്ടി ആദ്യമായിട്ട് കപ്പം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ സമർപ്പിച്ചു. ഭഗവാന്റെ കാരുണ്യം നോക്കണം. അത് കേട്ടപ്പോൾ ധർമ്മനന്ദനൻ ആനന്ദാശ്രുക്കൾ ഒഴുകി അനുജന്മാരെ 4 പേരെ 4 ദിക്കിലേക്കും ദിഗ്വിജയത്തിന് വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തു. രാജാക്കന്മാരെയെല്ലാം ജയിച്ച് അവർ കപ്പം മേടിച്ചുവെങ്കിലും മഗധ രാജാവായ ജരാസന്ധൻ കപ്പം കൊടുക്കാതെ യാഗത്തിനെതിരായി നിൽക്കുക തന്നെ ചെയ്തു. ഈ വിവരം അറിഞ്ഞപ്പോൾ ധർമ്മപുത്രർ പരിഭ്രമിച്ചു. എങ്കിലും ഭഗവാൻ ധർമ്മപുത്രരെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്തു. എന്നിട്ട് ഭഗവാൻ ഭീമാർജുനന്മാരോട് കൂടിയിട്ട് മഗധയിൽ എത്തിച്ചേർന്നു. മഗധയിലേക്ക് അവർ എങ്ങനെയാണ് പോയത്? അവർ 3 പേരും ബ്രാഹ്മണ വേഷത്തിലാണ് ജരാസന്ധന്റെ മുൻപിൽ ചെന്നു നിന്നത്. ബ്രാഹ്മണ ഭക്തനായ ജരാസന്ധൻ, നിങ്ങൾ ആരാണ്? ഇവിടേക്ക് വരുവാനുണ്ടായ കാര്യം എന്താണ്? നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആവശ്യം അതെന്ത് തന്നെയായാലും ഞാൻ സാധിപ്പിച്ചു തരും എന്ന് ജരാസന്ധൻ ഔദാര്യപൂർവം അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ ജരാസന്ധനോട് പറഞ്ഞു, ഞങ്ങൾ ക്ഷത്രിയ രാജാക്കന്മാരാണ്. ഈ 2 പുത്രന്മാരും കുന്തിദേവിയുടെ പുത്രന്മാരായ ഭീമാർജുനന്മാരാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അങ്ങയുടെ ശത്രുവായ സാക്ഷാൽ ആ ശ്രീകൃഷ്ണൻ ഈ ഞാനാണ്. ഇനി അങ്ങ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും നൽകുവാൻ തയ്യാറാണെന്ന് ഇപ്പോൾ ഇവിടെ അറിയിപ്പിച്ചു. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളിൽ 3 പേരിൽ ഒരാളോട് അങ്ങ് ദ്വന്ദ്വയുദ്ധത്തിന് ഒരുങ്ങണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് കേട്ടപ്പോഴോ ജരാസന്ധൻ പരിഹാസമായിട്ട് ചിരിച്ചു. ചിരിച്ചതിന് ശേഷം പറഞ്ഞു, കൃഷ്ണ, അങ്ങൊരു ഭീരുവാണ്. ഭീരുവായ അങ്ങയോടും പിന്നെ പ്രായം തികയാത്ത ഈ അർജുനനോടും
ഇല്ല, ഞാൻ യുദ്ധത്തിനില്ല. കാഴ്ചയിൽ ഭീമൻ എനിക്ക് തുല്യനാണെന്ന് തോന്നുന്നു. ആയതുകൊണ്ട് എനിക്ക് തുല്യബലമുള്ള ഈ ഭീമനോട് ഗദായുദ്ധത്തിന് തയ്യാറാണ്. ഇത്രയും പറഞ്ഞ് ഭീമസേനനും ജരാസന്ധനും യുദ്ധഭൂമിയിലിറങ്ങി അവർ ഗദായുദ്ധം ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ ശ്രീകൃഷ്ണനും അർജുനനും മറ്റ് സഭാവാസികളും കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയും ചെയ്തു. അങ്ങനെ ആ ഗദായുദ്ധം 28 ദിവസം തുടർന്നു. 28ാമത്തെ ദിവസം ഭീമസേനൻ തളരുന്നതായിട്ട് ഭഗവാൻ മനസ്സിലാക്കി. ഭീമസേനൻ തളരുന്നത് മനസ്സിലായപ്പോഴോ ഭഗവാൻ ഒരു സൂത്രം പ്രയോഗിച്ച് കാണിച്ചു കൊടുത്തു. ഭീമസേനൻ കാണെ ഒരു ഇലയെടുത്ത് അത് നടുവിൽ കൂടി കീറി അതിന്റെ കടവല മാറ്റി നിലത്തിടുകയും ചെയ്തു. ഈ കാഴ്ച കണ്ടപ്പോഴോ ബുദ്ധിമാനായ ഭീമനെ കാര്യം പിടികിട്ടി. എന്ത് ചെയ്തു? ജരാസന്ധനെ കാലിൽ പിടിച്ച് മറിച്ചിട്ടു. ഒരു കാലിൽ ചവിട്ടിപ്പിടിച്ച് മറ്റേ കാൽ പിടിച്ച് വലിച്ച് ചീന്തി. ആന പന ചീന്തുന്നത് പോലെ ജരാസന്ധന്റെ ദേഹം 2 പൊളിയാക്കി കടതല മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇടുകയും ചെയ്തു. ഇങ്ങനെ ജരാസന്ധനെ നിഗ്രഹിച്ച ഭീമനെ കൃഷ്ണാർജുനന്മാർ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യുകയുണ്ടായി. ജരാസന്ധന്റെ പുത്രനും ഭക്തനുമായ സഹദേവനെ പിന്നീട് ഭഗവാൻ ആ മഗധ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. പിന്നീട് ജയിലിൽ കിടക്കുന്ന രാജാക്കന്മാരെയെല്ലാം മോചിപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് 73ാമത്തെ അധ്യായത്തിലെ കഥാഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ആ രാജാക്കന്മാരെല്ലാം വാസ്തവത്തിൽ എങ്ങനെയായിരുന്നു? ശുഷ്കിച്ച് വാടിത്തളർന്ന ദേഹത്തോടും മലിനമായ വസ്ത്രങ്ങളോടും കൂടി സ്നാനഭോജനങ്ങളൊന്നുമില്ലാതെ ജയിലിലിട്ടിരുന്ന ആ രാജാക്കന്മാരെല്ലാം പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? ഏത് ക്ഷീണവും ഏത് ദാഹവും ഏത് ശോകവും ഏത് മോഹവും ക്ഷയിപ്പിക്കുന്ന നശിപ്പിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായ സാക്ഷാൽ ഭഗവാനെയാണ് അവരെല്ലാം ദർശിച്ചത്. ഭഗവാനെ അവർ ദർശിച്ചപ്പോഴോ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നും അറിയാതെ അവർ ഭഗവത് പാദത്തിൽ വീണ് നമസ്കരിച്ച് സ്തുതിച്ചു. ആശ്രിതന്മാരുടെ അഖിലാർത്ഥികളെയും നശിപ്പിച്ച് അനുഗ്രഹിക്കുന്ന അല്ലയോ ഈശ്വരേശ്വര, അവിടുത്തെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. രാജഭോഗങ്ങളിൽ ഭ്രമിച്ച് അഹങ്കാരമത്തന്മാരെ അന്യോന്യം കലഹിച്ചുകൊണ്ട് കാലം കഴിച്ച ഞങ്ങൾക്ക് ഈ ജരാസന്ധൻ കാരണമാണ് നിന്തിരുവടിയുടെ കൃപാദ ദർശനം ഇപ്പോൾ സാധ്യമായത്. മരുമരീചിക പോലെയുള്ള ലൗകികങ്ങളായ വിഷയസുഖങ്ങളിൽ ഞങ്ങൾക്ക് വൈരാഗ്യം വന്നു കഴിഞ്ഞു. മാത്രമല്ല, പുണ്യകർമ്മങ്ങളെ കൊണ്ട് ലഭിക്കുന്ന സ്വർഗാദി സുഖങ്ങളിലും ഞങ്ങൾക്കിപ്പോൾ
മോഹമില്ലാതായി തീർന്നിരിക്കുന്നു. ഭഗവാനെ, നിന്തിരുവടിയിൽ ഭക്തി ഉണ്ടാകുവാൻ ഞങ്ങളെ പ്രത്യേകം അവിടുന്ന് അനുഗ്രഹിക്കണം. അതിനായിട്ട് ഞങ്ങളെല്ലാവരും അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പോ ആ രാജാക്കന്മാരുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ അവരോട് അരുളി ചെയ്തു, നിങ്ങൾ കുറച്ചതായ ഭക്തി എന്നിലുണ്ടാവും. നിങ്ങളെല്ലാവരും അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് തിരിച്ചു ചെന്ന് എന്റെ പ്രീതിക്ക് വേണ്ടി രാജഭാരം ചെയ്യണം. നിങ്ങളെല്ലാവരും സുഖദുഃഖങ്ങൾ രണ്ടും, സുഖവും ദുഃഖവും രണ്ടും എന്റെ പ്രസാദമായിട്ട് സ്വീകരിക്കണം. അവസാനം നിങ്ങൾക്ക് ഞാൻ മോക്ഷം നൽകുന്നതായിരിക്കും. ഭഗവത് ഉപദേശം കേട്ട രാജാക്കന്മാര് കൃതാർത്ഥന്മാരായി രാജോചിതമായ രീതിയിൽ ഭഗവാൻ അവരെ സ്നാനഭോജനങ്ങളെല്ലാം കൊടുത്ത് സകുടുംബം രാജസൂയത്തിന് വരുവാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. എന്നിട്ട് അവരെയെല്ലാം അവരവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു. പിന്നീട് ഭീമാർജുനന്മാരോടും കൂടി മടങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. ജയസൂചകമായിട്ട് ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി. അപാഞ്ചജന്യമാകുന്ന ശംഖനാഥത്തെ സജ്ജനങ്ങളായവർക്കത് സന്തോഷത്തെയും ദുർജനങ്ങളെക്കത് ഭയത്തെയും കൊടുക്കും. ഭഗവാന്റെ ശംഖനാഥം, പാഞ്ചജന്യത്തിന്റെ ശംഖനാഥം, അത് ധർമ്മം ആചരിക്കണമെന്നുള്ളവർക്ക് ആഹ്ലാദവും ധർമ്മം നശിപ്പിക്കണമെന്നുള്ളവർക്ക് ദുഃഖവും സന്താപവും കൊടുക്കും. ഭഗവാൻ ജരാസന്ധനെ നിഗ്രഹിപ്പിച്ചത് അറിഞ്ഞപ്പോൾ ധർമ്മപുത്ര മഹാരാജാവ് സന്തോഷത്താൽ അല്പനേരത്തിനൊന്നും പറയുവാൻ കഴിയാതെ കണ്ണീരണിഞ്ഞ് നിൽക്കുകയും ചെയ്തു. ഇനിയും നമുക്ക് 74-ാമത്തെ അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കാം. ആനന്ദാശ്രു തൂകിക്കൊണ്ട് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു, ഹേ ഭക്തവത്സല, ത്രിലോക ഗുരുക്കന്മാരായ ദേവന്മാർ പോലും നിന്തിരുവടിയുടെ ആജ്ഞാനുവർത്തികളായിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള അവിടുന്ന് അജ്ഞനായ അടിയന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അത്യത്ഭുതം തോന്നുന്നു. ഭഗവാനെ, നിന്തിരുവടിയുടെ ഭക്തവത്സല്യ മാത്രമാണ് ഇതിനു കാരണം. ഇങ്ങനെയൊക്കെ സ്തുതിച്ച് പിന്നീട് ധർമ്മപുത്രരെ ഭഗവാന്റെ ആജ്ഞപ്രകാരം യജ്ഞത്തെ ആരംഭിക്കുകയും ചെയ്തു. അവിടെ ആ ധർമ്മപുത്രരുടെ ക്ഷണമനുസരിച്ച് രാജാക്കന്മാരെല്ലാം കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് എത്തിച്ചേർന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ കണക്കില്ലാതെ വന്നു ചേർന്നു. വന്നവരെയെല്ലാം ചക്രവർത്തി യഥോചിതം സൽക്കരിച്ച് താമസിപ്പിക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രൻ, ഭീഷ്മദ്രോണാദികൾ തുടങ്ങിയവരെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി മാനിക്കുകയും ചെയ്തു. വ്യാസാനെ ആചാര്യനായിട്ടും ഭരതാജൻ തുടങ്ങിയ ഋഷിമാരെ ഋത്യക്കുകളായിട്ടും വരിച്ചു. സ്വർണമാങ്കലത്താൽ യാഗഭൂമി ഉഴുത് ശുദ്ധി വരുത്തി ശാല കെട്ടി അവർ യാഗം ആരംഭിക്കുകയും ചെയ്തു. ഗുരുക്കന്മാരായവരെ ശുശ്രൂഷിക്കുന്ന ചുമതല അർജുനനെ ഏൽപ്പിച്ചു. ഗുരുക്കന്മാരെ ശുശ്രൂഷിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങണമെങ്കിൽ
അതെല്ലാവർക്കും സാധിക്കുകയല്ല. വിനയവും അതുപോലെ ശ്രദ്ധയും ഉള്ളവർക്ക് മാത്രമേ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, കൃപ നേടിയെടുക്കുവാൻ സാധിക്കൂ. അപ്പൊ അത് അർജുനന് സാധ്യമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ദൗത്യം അർജുനനെയാണ് ഏൽപ്പിച്ചത്. പിന്നെ എന്താണ്? ധനം സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീമാനായ ദുര്യോധനനെ ഏൽപ്പിച്ചു. ധനം കണ്ട് മടുത്തവനെ വേണം ധനം സൂക്ഷിക്കാൻ ഏൽപ്പിക്കാൻ. പിന്നെ ഭക്ഷണ മേലധികാരിയായിട്ട് ഭീമസേനനെയും, പാചകം ചെയ്യുമ്പോൾ ഇത്ര മതി എന്നല്ല, ഇനിയും വേണം എന്നുള്ള രീതിയിൽ പാചകം ചെയ്യുന്ന ആളെ വേണം അതിനുവേണ്ടി നിശ്ചയിക്കാൻ. പാചകം ചെയ്യുന്നതിന്റെ മേൽനോട്ടം ഭീമസേനർക്കാണ് നൽകിയത്. പിന്നെ ദാനത്തിന്റെ മേലധികാരിയായിട്ട് കർണനെയും നിശ്ചയിച്ചു. സ്വന്തം കർണകുണ്ടലങ്ങളെല്ലാം കർണൻ ഇനി ദാനം ചെയ്യുന്നുണ്ട്. ദാനം കൊടുക്കുവാൻ ഏറ്റവും യോഗ്യനായിരിക്കുന്ന ആ കർണനെ തന്നെ ദാനം കൊടുക്കുന്നതിലുള്ള മേൽനോട്ടം ചുമതല ഏൽപ്പിച്ചു. പൂജയ്ക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഭാരം സഹദേവനെയാണ് കൊടുത്തത്. പൂജാശാസ്ത്രത്തിന്റെ സാരം ഗ്രഹിക്കുവാൻ എളുപ്പത്തിൽ ആർക്കും സാധ്യമല്ല. ഓരോ ദേശത്തും ഓരോ കാലത്തും ഓരോ ആചാര്യന്മാർക്കും അനുസൃതമായിട്ട് പൂജാശാസ്ത്രം അനേകം വിധത്തിലിരിക്കുന്നുണ്ട്. അതിലൊരു ഏകത്വം ദർശിക്കുവാൻ സാധാരണ ആർക്കും സാധ്യമല്ല. ജ്ഞാനത്തിന്റെ മറുകര കടക്കുന്നവർക്ക് മാത്രമേ അതിന്റെ കുറച്ചെങ്കിലും നിജസ്ഥിതി ബോധിക്കുവാൻ സാധിക്കൂ. ഇത് തന്നെയായാലും ഇവിടെ പൂജ ചെയ്യുന്നതിന് ആരെയാണ് അതിനെ വേണ്ടി ആളുകളെ നിശ്ചയിക്കുവാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതേ സഹദേവനെ ഏർപ്പെടുത്തി. പിന്നെ കാലുകഴിയിക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയും ചുമതലപ്പെടുത്തി. ഗുരുക്കന്മാരുടെ, സന്യാസിമാരുടെ പാദപൂജ, കാല് കഴുകിപ്പിക്കുക എന്നത് അത് എന്താണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ആ ദൗത്യം ഏറ്റെടുത്തത്. നോക്കൂ, തന്റേതായിരിക്കുന്ന മഹിമയുടെ രഹസ്യം ഹൃദയത്തിലും അതുപോലെ മസ്തിഷ്കത്തിലും ചിന്തയിലും വിചാരത്തിലും വികാരത്തിലുമെല്ലാം ചുമന്നു നടന്ന് ആസ്വദിക്കുന്നവരെ സാധുജനങ്ങളാണ്, സന്യാസി ജനങ്ങളാണ്. അവരുടെ പാദപൂജ ചെയ്യുവാൻ കിട്ടുന്നതിൽ പരം സൗഭാഗ്യം ഈശ്വരന്മാർക്ക് കൂടി വേറെയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനൊരു അവസരം ലഭിച്ചപ്പോൾ ആ അവസരത്തെ ആരാണ് ഉപയോഗിച്ചത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അത് സസന്തോഷം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ പാഞ്ചാല, കോസല, കേകയ രാജാക്കന്മാരും ജരാസന്ധന്റെ ജയിലിൽ നിന്ന് മോചനം കിട്ടിവന്ന രാജാക്കന്മാരും ധർമ്മപുത്രരോടുള്ള സൗഹൃദത്താലും ശ്രീകൃഷ്ണനുള്ള ഭക്തിയാലും ദാസന്മാരെ പോലെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും തയ്യാറായിട്ട് നിന്നു. എന്താണത്? വിളമ്പുക, വീശുക, വഴി കാട്ടുക, വിറക് വെക്കുക, ഇലയെടുക്കുക തുടങ്ങിയ ജോലിക്കും കൂടി ആ രാജാക്കന്മാരെല്ലാവരും തയ്യാറായിരുന്നു. ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതിന്റെ ചുമതല പാഞ്ചാലിക്കാണ് കൊടുത്തത്. വിളമ്പിക്കൊടുക്കുമ്പോ ഇതെന്താ ഇത്ര കഴിക്കുന്ന എന്ന് തോന്നാൻ പാടില്ല. പഞ്ചപാണ്ഡവന്മാരുടെയും വിശപ്പറിഞ്ഞ മാതാവാണ് പാഞ്ചാലി ദേവി. പാഞ്ചാലി ദേവിക്ക് ആർക്ക് ഭക്ഷണം കൊടുത്താലും ദേവിക്ക് അതിൽ അതിശയം കാണുകയില്ല. ഭീമനോളം വിശപ്പുള്ള ഒരാളെ കണ്ടെത്താൻ കഴിയോ? വേറെ കഴിയില്ല. അങ്ങനെ ആ രാജസൂയ യജ്ഞം
എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിട്ട് തന്നെ ഓരോ ദിവസവും നടന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അപാര കരുണ തന്നെയാണ് അതിന് പ്രധാന കാരണം. ദേവന്മാർക്ക് പോലും ഇങ്ങനെ ഒരു യജ്ഞം നടത്തുവാൻ സാധിക്കുകയുമില്ല. ക്രമേണ അഗ്രപൂജയുടെ ദിവസമായി. ഏറ്റവും പ്രധാനമായ പൂജയ്ക്ക് ആളെ തിരഞ്ഞെടുക്കണം. അതിനായിട്ട് വിളിച്ചുകൂട്ടിയ സഭയിൽ വെച്ച് സഹദേവൻ ഇങ്ങനെ അറിയിച്ചു: മഹാജനങ്ങളെ, ഈ സഭയിൽ സന്നിഹിതരായ എല്ലാ പേരും പരമയോഗ്യന്മാരും പൂജയ്ക്ക് അർഹിക്കുന്നവരുമാണ്. എന്നാൽ സർവജ്ഞനും സർവാത്മാവുമായ ശ്രീകൃഷ്ണ പരമാത്മായ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപ ഭഗവാനെ പൂജിച്ചാൽ എല്ലാവരെയും പൂജിച്ചതായ ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വൃക്ഷത്തിന്റെ കടയ്ക്ക് വെള്ളം വീഴ്ത്തിയാൽ എല്ലാ കൊമ്പുകളിലും എത്തുന്നത് പോലെ ശ്രീകൃഷ്ണ ഭഗവാനെ അഗ്രാസനത്തിലിരുത്തി പൂജിച്ചാൽ എല്ലാവരെയും പൂജിച്ചതിന്റെ ഫലം നമുക്ക് ലഭിക്കും. അതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. സഹദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ സഭാവാസികളെല്ലാം ആ അഭിപ്രായത്തെ വളരെയധികം പ്രശംസിച്ച് അംഗീകരിച്ചു. സഭയിലെ അഗ്രപൂജയ്ക്കായി പ്രത്യേകം അലങ്കരിച്ചൊരുക്കി മണ്ഡപത്തിൽ ചക്രവർത്തി അഗ്രപൂജ ചെയ്യുവാൻ ആചാര്യനോടും ബന്ധുക്കളോടും കൂടി ഒരുങ്ങിയിരിക്കുന്നു. ആ ജനസമുദ്രത്താൽ സഭ നിറഞ്ഞൊഴുകി. അഗ്രപൂജയ്ക്കായി ഭഗവാനെ രത്നസിംഹാസനത്തിൽ ക്ഷണിച്ചിരുത്തി ഭക്തോത്തമനായ ധർമ്മനന്ദനൻ ആനന്ദാശ്രുക്കളോടും കൂടി ശ്രീകൃഷ്ണപാദങ്ങൾ കഴിവിച്ചു. പാദതീർത്ഥത്തെ സകുടുംബം ശിരസിൽ തളിച്ചു. ജല ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യങ്ങളാൽ കൊണ്ട് വിസ്താരമായിട്ട് തന്നെ പൂജിച്ചു. സുവർണ രത്നങ്ങള് തൃക്കയിൽ ദാനം ചെയ്ത് ദണ്ഡ നമസ്കാരവും ചെയ്തു. ഈ സമയം ദേവന്മാരുടെയും മനുഷ്യരുടെയും വാദ്യഘോഷങ്ങൾ മുഴങ്ങി. ജയ ജയ ശബ്ദങ്ങൾ, ശംഖനാദവും ഉണ്ടായി. ദേവന്മാർ പുഷ്പവർഷം ചെയ്തു. ജനങ്ങളെല്ലാം അത്യാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചേരി രാജാവായ ശിശുപാലൻ ആ സഭയിൽ എഴുന്നേറ്റ് നിന്ന് 2 കൈകളും പൊക്കിപ്പിടിച്ച ഉച്ചത്തിൽ ഭഗവാന്റെ ദോഷങ്ങൾ പറയുവാൻ തുടങ്ങി. പുഞ്ചിരി തൂകിക്കൊണ്ട് ഭഗവാൻ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. കുറുക്കന്നോരിയിട്ടാൽ സിംഹം ഭയപ്പെടുമോ? ഒരിക്കലുമില്ല. 100 അപരാധങ്ങൾ പറഞ്ഞു തീർന്നതോടുകൂടി ഭഗവാൻ സുദർശന ചക്രത്താൽ ശിശുപാലന്റെ കഴുത്തറുത്ത് നിഗ്രഹിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. അങ്ങനെ ആ ഭഗവാൻ ശിശുപാലനെ ഇപ്പോൾ ഇവിടെ നിഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശിശുപാലന്റെ ദേഹത്തിൽ നിന്നും പുറപ്പെട്ട ഒരു ദിവ്യ തേജസ് എല്ലാവരും കാണെ ഭഗവത് സ്വരൂപത്തിൽ ലയിക്കുകയും ചെയ്തു. സനകാദികളുടെ ശാപത്താൽ 3 ജന്മം ജനിക്കേണ്ടതായി വന്ന തന്റെ പാർഷദനെ മോക്ഷം കൊടുക്കുകയാണ് സാക്ഷാൽ ഭഗവാൻ ഈ ലീലയിലൂടെ നിർവഹിച്ചത്. പിന്നീട് അവഭൃത സ്നാനത്തോടുകൂടി യാഗം മഹാഗംഭീരമായിട്ട് കഴിഞ്ഞു. യാഗത്തിന്റെ മഹാത്മ്യത്തെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും പാണ്ഡവന്മാരുടെ ഭക്തിയെയും പ്രശംസിച്ചുകൊണ്ട് എല്ലാവരും അതാതു ദിക്കിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ദുര്യോധനന് മാത്രം അവിടെ അതുകൊണ്ട് സന്തോഷമുണ്ടായില്ല. അങ്ങനെ ആ മഹാരാജസൂയ യാഗം ഭംഗിയായിട്ട് കലാശിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തുടർന്നു വരുന്ന ഭാഗങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ ആരംഭിക്കാം.